പ്രിയ ഉദ്യോഗാർത്ഥികളെ, നമ്മുടെ ചെറുകഥാ പഠനത്തിൻ്റെ ഒരു ഭാഗത്തിൽ ടി പത്മനാഭൻ്റെ കഥകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. പ്രകാശം പരത്തുന്ന പെൺകുട്ടി, ഹാരിസൺ സാഹിബിൻ്റെ നായ, കടൽ, ഗുൽ മുഹമ്മദ്, മഹൻ സിംഗിൻ്റെ മരണം, ഒരു കഥാകൃത്ത് കുരിശിൽ, സാക്ഷി, കാലഭൈരവൻ, ഗൗരി, പുഴ കടന്ന് മരങ്ങളുടെ ഇടയിലേക്ക്, നളിനകാന്തി, പെരുമഴ പോലെ തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ. അന്തർമുഖനായ എഴുത്തുകാരനെന്ന് ചിലർ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നുണ്ട്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കഥയാണ് ഗൗരി. 2000 വയലാർ അവാർഡ് നേടിയ കൃതിയാണ് പുഴ കടന്ന് മരങ്ങളുടെ ഇടയിലേക്ക്. പ്രണയത്തിൻ്റെ അതര സിന്ദൂരം കൊണ്ടെഴുതിയ കഥ എന്ന് KP അപ്പൻ ഗൗരി എന്ന കഥയെ വിശേഷിപ്പിക്കുന്നു. നായയെ കഥാപാത്രമാക്കി രചിച്ച ടി പത്മനാഭൻ്റെ കഥയാണ് ശേഖൂട്ടി. ടി പത്മനാഭൻ്റെ പ്രകാശം പരത്തുന്ന പെൺകുട്ടിക്ക് അതേ പേരിൽ സക്കറിയ ഒരു കഥ എഴുതിയിട്ടുണ്ട്. സ്ത്രീയുടെ വിവിധ ഭാവങ്ങൾ, രതി എന്നിവയെ വിഷയമാക്കി കഥ എഴുതാൻ ശ്രമിച്ച കഥാകാരി മാധവിക്കുട്ടിയാണ്. മാധവിക്കുട്ടിയുടെ പ്രധാന കഥകൾ തരിശുനിലം, പക്ഷിയുടെ മണം, തണുപ്പ്, ചുവന്ന പാവാട, പട്ടുസാരി, മതിലുകൾ, നഷ്ടപ്പെട്ട നീലാംബരി, ചേക്കേറുന്ന പക്ഷികൾ, മരിച്ചീറുകൾ പറക്കുമ്പോൾ, കോലാട്, ഗോസായി തന്ത തുടങ്ങിയവയാണ്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഇവരുടെ തണുപ്പ് എന്ന രചനയ്ക്ക് 1968 കിട്ടിയിട്ടുണ്ട്. ടി പത്മനാഭൻ്റെ കഥകളെക്കുറിച്ച് ആത്മാവിൻ്റെ മുറിവുകൾ എന്ന പേരിൽ ഒരു പഠനം നിന്നിട്ടുണ്ട്. M. തോമസ് മാത്യു ആണ് ആത്മാവിൻ്റെ മുറിവുകൾ എന്ന പേരിൽ ടി പത്മനാഭൻ്റെ കഥകളെക്കുറിച്ച് പഠനം എഴുതിയിട്ടുള്ളത്. മലയാള ചെറുകഥയിലെ ആദ്യത്തെ മാസ്റ്റർ ബിൽഡറായ കാരൂരിനെ പോലെ കൂട്ടത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന മറ്റൊരു മാസ്റ്റർ ബിൽഡറാണ് മാധവിക്കുട്ടി എന്ന് പറഞ്ഞത് ഡോക്ടർ D. ബെഞ്ചമിനാണ്. വെള്ളായിയപ്പൻ എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ച കഥാകൃത്ത് OV വിജയനാണ്. ഒരു നീണ്ട രാത്രിയുടെ ഓർമ്മയ്ക്കായി എന്നത് OV വിജയൻ്റെ ചെറുകഥയാണ്. കൂടാതെ കടൽത്തീരത്ത്, കാറ്റ് പറഞ്ഞ കഥ, അശാന്തി, ബാലബോധിനി, പൂരപ്രബന്ധം, എട്ടുകാരി, ചെങ്ങന്നൂർ വണ്ടി എന്നിവയും OV വിജയൻ്റെ ചെറുകഥകളാണ്. ആധുനിക കഥ കറുത്ത ഫലിതത്തിൻ്റെ കഥയാണ് എന്നാണ് KP അപ്പൻ്റെ നിരീക്ഷണം. ബൈബിൾ ബിംബങ്ങളെ കഥയിൽ ആവിഷ്കരിച്ച ആധുനിക കഥാകൃത്തുക്കൾ കാക്കനാടനും സക്കറിയയുമാണ്. കാക്കനാടൻ്റെ പ്രധാന കൃതികൾ: ആൾവാർ തിരുനഗറിലെ പന്നികൾ. ആൾവാർ തിരുനഗറിലെ പന്നികൾ എന്നത് അദ്ദേഹത്തിൻ്റെ ചെറുകഥാസമാരാണ്. ശ്രീചക്രം, യുദ്ധാവസാനം, ഐതരേയകാന്ഡം, ജാപ്പാണ പുകയില. ജാപ്പാണ പുകയില കാക്കനാടൻ്റെ പ്രസിദ്ധമായ ഒരു കഥയാണ്. ഉച്ചയില്ലാത്ത ഒരു ദിവസം, മഴയുടെ ജ്വാലകൾ. മഴയുടെ ജ്വാലകൾ, ആത്മാവിൻ്റെ നഗ്നത, ആന്ത്രയോസ് എന്ന പാവി. ആന്ത്രയോസ് എന്ന പാവി അതും കാക്കനാടൻ്റെ കഥയാണ്. കാക്ക. കാക്ക എന്ന പേരിലൊരു കഥ മഹാരവും കാക്കനാടൻ എഴുതിയിട്ടുണ്ട്. കാക്കനാടൻ്റെ കാക്ക. അപ്പോൾ ആൾവാർ തിരുനഗറിലെ പന്നികൾ, ശ്രീചക്രം, യുദ്ധാവസാനം, ഐതിരീയകാന്ഡം, ജാപ്പാണ പുകയില, ഉച്ചയില്ലാത്ത ദിവസം, മഴയുടെ ജ്വാലകൾ, ആത്മാവിൻ്റെ നഗ്നത, ആന്ത്രയോസ് എന്ന പാവി, കാക്ക തുടങ്ങിയവയാണ്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കാക്കനാടൻ്റെ ഒരു പ്രസിദ്ധ സമാഹാരമുണ്ട്, അശ്വത്ഥാമാവിൻ്റെ ചിരി. അശ്വത്ഥാമാവിൻ്റെ ചിരി 1980 അതിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുന്നത്. എക്സിസ്റ്റൻഷ്യലിസ്റ്റ് ദർശനം പ്രതിഫലിക്കുന്ന മലയാളത്തിലെ ആദ്യ കഥ എന്ന് വിശേഷിപ്പിക്കുന്നത് കാക്കനാടൻ്റെ 17 വൃദ്ധൻ എന്നീ കഥകളെയാണ്. അങ്ങനെ വിശേഷിപ്പിച്ചത് M. അച്യുതനാണ്. അലിഗഡ് കഥകൾ എന്നറിയപ്പെടുന്നത് പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ കഥകളാണ്. പുനത്തിലിൻ്റെ പ്രധാന കഥകൾ ആകാശത്തിൻ്റെ മറുപുറം, മുയലുകളുടെ നിലവിളി, പുനത്തിൻ്റെയാണ്. നക്ഷത്ര വിളക്കുകൾ, കൃഷ്ണൻ്റെ രാധ, പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെയാണ്. കത്തി. കത്തി എന്ന പേരിൽ ചെറുകഥ പുനത്തിൽ കുഞ്ഞബ്ദുള്ള എഴുതിയിട്ടുണ്ട്. അകമ്പടിക്കാരില്ലാതെ, ക്ഷേത്ര വിളക്കുകൾ. അപ്പോൾ ഇതെല്ലാം പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ രചനകളാണ്. ആകാശത്തിൻ്റെ മറുപുറം, സതി, മുയലുകളുടെ നിലവിളി, നക്ഷത്ര വിളക്കുകൾ, കൃഷ്ണൻ്റെ രാധ, കത്തി, അകമ്പടിക്കാരില്ലാതെ, ക്ഷേത്ര വിളക്കുകൾ. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ പുനത്തിൻ്റെ ഒരു കഥയുണ്ട്, മലമുകളിലെ അബ്ദുള്ള. 1975 മലമുകളിലെ അബ്ദുള്ളയ്ക്ക് അവാർഡ് കിട്ടുന്നു. പുനത്തിലിൻ്റെ ഒരു ആത്മകഥയുണ്ട്, നഷ്ടജാതകം എന്ന പേരിൽ. മലയാളത്തിലെ ആദ്യത്തെ സൈബർ കഥ. മലയാളത്തിലെ ആദ്യത്തെ നമ്മൾ സൈബർ കഥകളെ
പ്രധാനപ്പെട്ടത് പറഞ്ഞിരുന്നു. പക്ഷെ മലയാളത്തിലെ ആദ്യത്തെ സൈബർ കഥ സേതുവിൻ്റെ തിങ്കളാഴ്ചകളിലെ ആകാശമാണ്. സേതുവിൻ്റെ സൈബർ കഥകൾ തിങ്കളാഴ്ചയിലെ ആകാശം കൂടാതെ അടയാളവാക്യങ്ങൾ, മറ്റൊരു .com സന്ധിയിൽ എന്നിവയും ഉണ്ട്. സേതുവിൻ്റെ സൈബർ കഥകളാണ് തിങ്കളാഴ്ചയിലെ ആകാശവും അടയാളവാക്യങ്ങളും മറ്റൊരു .com സന്ധിയിലും. എന്നാൽ സേതു ഒരുപാട് കഥകൾ എഴുതിയിട്ടുണ്ട്. ഗുരു, അമ്മ, പാമ്പും കോണിയും, ഏഴാമത്തെ പാപം, നൂലേണി, ആദ്യാക്ഷരം, മൂന്നാം ലോകത്തെ പക്ഷികൾ, പ്രകാശത്തിൻ്റെ ഉറവിടം, വെളുത്ത കൂടാരങ്ങൾ, അരുന്ധതിയുടെ വിരുന്നുകാരൻ തുടങ്ങിയവ. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ സേതുവിൻ്റെ ഒരു കഥയുണ്ട്. ഏതാണ്? പേടി സ്വപ്നങ്ങൾ. പേടി സ്വപ്നങ്ങൾ എന്നുള്ളത് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ സേതുവിൻ്റെ കഥയാണ്. ആധുനികതയ്ക്ക് ശക്തമായ അടിത്തറ പാകിയ രാധമാത്രം എന്ന കഥ എഴുതിയത് എം മുകുന്ദനാണ്. എം മുകുന്ദൻ ചെറുകഥകൾ എഴുതിയിട്ടുണ്ട്. ഏഴാമത്തെ പൂവ്, വീട്, 5.5 വയസ്സുള്ള കുട്ടി, ദിനോസറുകളുടെ കാലം, തേപിടിശിക്കിളി, കണ്ണാടിയുടെ കാഴ്ച, തട്ടാരപ്പെണ്ണിൻ്റെ കല്യാണം, അച്ഛൻ തുടങ്ങിയവ മുകുന്ദൻ്റെ പ്രധാന കഥകളാണ്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മുകുന്ദൻ്റെ കഥയാണ് ഹൃദയവതിയായ ഒരു പെൺകുട്ടി. 1985 മുകുന്ദൻ അത് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്തത്. സിനിമയാക്കപ്പെട്ട അഭയാർത്ഥികളുടെ കഥ പറയുന്ന CV ശ്രീരാമൻ്റെ ഒരു കഥയുണ്ട്, വാസ്തുഹാര എന്ന കഥ. സിനിമയാക്കപ്പെട്ട അഭയാർത്ഥികളുടെ കഥ പറയുന്ന CV ശ്രീരാമൻ്റെ കഥയാണ്. CV ശ്രീരാമൻ വേറെ ഒരുപാട് കഥകൾ എഴുതിയിട്ടുണ്ട്. ചിദംബരം, ക്ഷുരസ്യധാര, പുറം കാഴ്ചകൾ, എൻഡോസി വല്യമ്മയും ക്ഷുരസ്യധാരയൊക്കെ ചോദിച്ചിട്ടുള്ള CV ശ്രീരാമൻ്റേതാണ്. ദുഃഖിതരുടെ ദുഃഖവും CV ശ്രീരാമൻ്റെയാണ്. തീർത്ഥക്കാവടി, ഉർലോസ്, പാമ്പൻ പാലത്തിന് മുൻപ്, ഓർമ്മച്ചെപ്പ്, ചക്ഷുശ്രവണകളസ്തമം, അതും CV ശ്രീരാമൻ്റെ. അദ്ദേഹം അഭിനേതാവ് കൂടെയാണ്. അപ്പോൾ അതിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് 1983 വാസ്തുഹാരയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. 2007 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ശ്രീരാമൻ്റെ കഥകൾ എന്ന സമാഹാരത്തിന് ലഭിച്ചിട്ടുണ്ട്. ബിഷപ്പിനെ തീവ്രമായി ആവിഷ്കരിച്ച ആധുനിക കഥാകൃത്ത് എം സുകുമാരനാണ്. എം സുകുമാരൻ്റെ രണ്ടുപേരാണ്. എം സുകുമാരൻ്റെ പ്രധാന കഥകൾ ചരിത്രഗാഥ, ചുവന്ന ചിഹ്നങ്ങൾ, വ്യഥ, വഞ്ചിക്കുന്നം പതി, അസുര സങ്കീർത്തനം, തൂക്കുമരങ്ങൾ ഞങ്ങൾക്ക്, മരിച്ചിട്ടില്ലാത്തവരുടെ സ്മാരകങ്ങൾ എന്നിവ എം സുകുമാരൻ്റെയാണ്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ എം സുകുമാരൻ്റെ കഥയാണ് മരിച്ചിട്ടില്ലാത്തവരുടെ സ്മാരകങ്ങൾ. 1979 കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ സക്കറിയയുടെ കഥയാണ് ഒരിടത്ത്. സക്കറിയയുടെ ആദ്യ കഥ കുന്ന് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സക്കറിയ എഴുതിയ പ്രധാന കഥകൾ ആർക്കറിയാം എന്നൊരു കഥ എഴുതിയിട്ടുണ്ട്. ഒരു നസ്രാണി യുവാവും ഗൗളിശാസ്ത്രവും കണ്ണാടി കാൺമൂളവും എന്നുള്ളത് മറ്റൊരു കഥയാണ്. സക്കറിയയുടെ യേശു, സലാം അമേരിക്ക, കന്യാകുമാരി, തേൻ, ജോസഫ് നല്ലവൻ്റെ കുറ്റസമ്മതം എന്നിവ സക്കറിയയുടെ പ്രധാന കഥകളാണ്. ബോർമൗസ് കഥകൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് PP ശിവകുമാറാണ്. കയ്പ്പൻ കഥകളെന്ന് സ്വന്തം രചനകൾ വിശേഷിപ്പിച്ചത് PP ശിവകുമാറാണ്. PP ശിവകുമാറിൻ്റെ കഥകൾ ഒറ്റ, കരയോഗം തുടങ്ങിയവ VP ശിവകുമാറിൻ്റെ കഥകളാണ്. തിരുവിതാംകൂർ കഥകൾ എന്നൊരു കഥാസമാഹാരവും VP ശിവകുമാറിൻ്റേതായിട്ട് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. വൈശാഖൻ എന്ന പേരിൽ കഥകൾ എഴുതിയത് MK ഗോപിനാഥൻ നായർ ആയിരുന്നു. വൈശാഖൻ്റെ പ്രധാന കഥകൾ നൂൽപ്പാലം കടക്കുന്നവർ, അപ്പീൽ അന്യായവാദം, അതിരുകളില്ലാതെ, സൈലൻസർ, നിശാശലഭം, സമയം കടന്ന് തുടങ്ങിയവ വൈശാഖൻ്റെ കൃതികളാണ്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കഥ ഇക്കൂട്ടത്തിൽ നൂൽപ്പാലം കടക്കുന്നവർ എന്നുള്ളതാണ്. 1989 നൂൽപ്പാലം കടക്കുന്നവർ എന്ന കൃതിക്ക് വൈശാഖന് കേരള സാഹിത്യ അക്കാദമി അവാർഡ്. തൃക്കോട്ടൂർ കഥാകാരൻ UA ഖാദറാണല്ലോ. UA ഖാദറിൻ്റെ അടിയാധാരം, അതുപോലെ തന്നെ പൊങ്ങുതടികൾ, കോയ, രാഗലോല, ഇണതേടൽ, പണം കായ്ക്കുന്ന പൂമരം, ഭാരമില്ലാ പക്ഷി, സ്രഷ്ടാവിൻ്റെ ഖജാന തുടങ്ങിയവ പ്രസിദ്ധമാണ്. 1988 കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ദിനോസറിൻ്റെ കുട്ടി എഴുതിയത് ഹരികുമാറാണ്. ഹരികുമാർ ഒട്ടേറെ കഥകൾ എഴുതിയിട്ടുണ്ട്. കൂറകൾ, ഋഷഭത്തിൻ്റെ കണ്ണ്, കുങ്കുമം വിതറിയ വഴികൾ, സൂക്ഷിച്ചു വെച്ച മയിൽപ്പീലി, പച്ചപ്പയ്യനെ പിടിക്കാൻ,
ദൂരെ ഒരു നഗരത്തിൽ ഇളം വെയിലിൻ്റെ സാന്ത്വനം, ശ്രീപാർവതിയുടെ പാദം, ഇതെല്ലാം ഹരികുമാറിൻ്റെ രചനകളാണ്. അക്ബർ കക്കട്ടിൽ അധ്യാപക കഥകൾ എഴുതി പ്രസിദ്ധനായ ആധുനികകാല കഥാകൃത്താണ്. പ്രധാന കഥകൾ അക്ബർ കക്കട്ടിൽ എഴുതിയത് ഷമീല ഹഫി, വേദാശ്വം, ആറാം കാലം, ഖാദർകുട്ടി, വീടിന് തീപിടിക്കുന്നു, നാദാപുരം, വാസ്കോഡഗാമ തിരിച്ചു പോകുന്നു. ഇതെല്ലാം അക്ബർ കക്കട്ടിലിൻ്റെ കഥകളാണ്. മരണത്തെ ഉപാസിച്ച കഥാകാരിയായിരുന്നു രാജലക്ഷ്മി. രാജലക്ഷ്മിയുടെ കഥകളിൽ പ്രധാനപ്പെട്ടത് മകൻ, പരാജിത, മകൻ ഒരു കഥയാണ്. പരാജിത മറ്റൊരു കഥ. ചരിത്രം ആവർത്തിച്ചില്ല മറ്റൊരു കഥ. മാപ്പ്, അത് രാജലക്ഷ്മിയുടെ മറ്റൊരു കഥയാണ്. പത്രവാർത്തകളെ പ്രമേയമാക്കി കഥകൾ എഴുതാൻ ശ്രമിച്ചത് NS മാധവനാണ്. NS മാധവൻ്റെ പ്രധാന കഥകൾ ഹിഗ്ഗിറ്റ, തിരുത്ത്, ചുളൈമേട്ടിലെ ശവങ്ങൾ, പര്യായ കഥകൾ, വൻമരങ്ങൾ വീഴുമ്പോൾ, ശേഷം തുടങ്ങിയവയാണ്. കേരള സാഹിത്യ അക്കാദമി അവാർഡാണ് ഹിഗ്ഗിറ്റയ്ക്ക് 1995 ലഭിച്ചത്. അത് ഓർമ്മയുണ്ടായിരിക്കണം. ഓക്കെ. കാശ്മീരുടെ ചെരുപ്പ് എന്ന ഹാസ്യകഥ എഴുതിയത് മൂർക്കോത്ത് കുമാരനാണ്. B. കല്യാണിയമ്മ ഇംഗ്ലീഷിൽ നിന്ന് പരിഭാഷപ്പെടുത്തിയ ലളിത എന്ന കഥ ഒരു മാസികയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏത് മാസികയാണ്? രസികരഞ്ജൻ. അപ്പോൾ ഇന്നത്തേക്ക് നമുക്ക് അവിടെ നിർത്താം. ഓക്കെ, അടുത്തൊരു ചോദ്യത്തോടു കൂടി നടത്താം. ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ എഴുതുക. അമേരിക്കയിലെ മിഷിഗൺ യൂണിവേഴ്സിറ്റി ജേണലിൽ പ്രസിദ്ധീകരിച്ച M. മുകുന്ദൻ്റെ കഥ ഏതാണ്? അമേരിക്കയിലെ മിഷിഗൺ യൂണിവേഴ്സിറ്റി ജേണലിൽ പ്രസിദ്ധീകരിച്ച M. മുകുന്ദൻ്റെ കഥ ഏതാണ്? അറിയാവുന്ന ഒരു ഉത്തരം കമൻറ്റ് ബോക്സിൽ എഴുതുക. ഓക്കെ, താങ്ക് യു.